കരൂർ ദുരന്തത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി വിജയുടെ പ്രചാരണ വാഹനം CBI കസ്റ്റഡിയിലെടുത്തു. കരൂരിലെ പാർട്ടി ഓഫീസിൽ നിന്നാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്. KB ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങളുടെ ഭാഗമാണ് വാഹനം കസ്റ്റഡിയിലെടുക്കുന്നതൊക്കെ. കാരണം അത്രയും വലിയ ദുരന്തത്തിന് ഇടയായ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലുണ്ടായിരുന്ന വാഹനമാണ്. എപ്പോഴാണ് വാഹനം കസ്റ്റഡിയിലെടുത്തത്? വിജയുടെ കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ ഇനി അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നോ? ഈ സിനിമാ വിവാദവും കൂടി കത്തു നിൽക്കുന്നതുകൊണ്ട് വിജയ്ക്കൊരു തിരിച്ചടികളുടെ ഒരു സമയം പോലെയാണ്. തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോൾ വിജയ് ഉള്ളത്. അതിന്റെ ആദ്യം എന്നുള്ളത് കരൂർ ദുരന്തമായിരുന്നു. അതിന് പിന്നാലെ അതിൽ അന്വേഷണത്തിൽ TVKയുടെ പ്രധാന നേതാക്കൾ പ്രതിപട്ടികയിൽ വന്നു. പക്ഷേ അവർക്ക് ചില ആശ്വാസം കോടതിയിൽ നിന്നൊക്കെ ലഭിക്കുകയും ചെയ്തു. ഏതായാലും അതിന് പിന്നാലെയാണ് CBI കരൂർ ദുരന്തം അന്വേഷിക്കാനെത്തുന്നത്. ജനുവരി 12-ാം തീയതി, അതായത് പൊങ്കലിന് തൊട്ട് മുൻപ് വിജയോട് ഡൽഹിയിൽ CBI ആസ്ഥാനത്തെത്തി ഹാജരാവാൻ ആവശ്യപ്പെട്ട് സമൻസൊക്കെ നൽകിയിട്ടുണ്ട്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ആ പ്രചാരണ വാഹനമൊക്കെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കരൂരിലെ പാർട്ടി ഓഫീസിൽ നിന്നാണ് ഈ പ്രചാരണ വാഹനം ഈ CBI സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അവിടെ CBIയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് അത് മാറ്റിയിട്ടുമുണ്ട്. ഏതായാലും 41 പേരുടെ മരണത്തിനിടയാക്കിയ വലിയ ദുരന്തം, സമീപകാലത്ത് ഒന്നും കാണാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം, അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുവെന്ന് വേണം അനുമാനിക്കാൻ. ഏതായാലും ഇതിൽ വിജയെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. അതിനു മുന്നോടിയായി ഈ വാഹനം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തത്. ഇനി അടുത്ത നടപടികൾ എന്താകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതിന് ഒപ്പാണ് ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തുടരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കുറച്ചു നോക്കിയാൽ വിജയ്ക്ക് ഒരു തിരിച്ചടികളുടെ കാലമെന്ന് തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. ശരി.